ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഋതിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുക, ഞാനൊരു അനാഥയാണില്ലേ, അപ്പോൾ നിങ്ങൾ എന്നെ ഓർഫനേജിൽ ചേർത്താൽ പോരായിരുന്നോ? എനിക്ക് ഇത്രയും സങ്കടം വരില്ലായിരുന്നല്ലോ. ഞാൻ ആരുമില്ലാത്ത അനാഥയാണല്ലോ. ഞാൻ ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പേടിയാണ്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ അത് ചെയ്താന് എന്നും പറഞ്ഞ് ഋതിക കരയുന്നത് രാജു ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. പക്ഷേ രാജുവിന് സഹിക്കാൻ പറ്റുന്നില്ല. മേഡം എന്തായി പറയുന്നത് എന്നും പറഞ്ഞ് ഓടി വരുവാണ് രാജു ഋതികയുടെ അടുത്തോട്ട്. അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രതാപന് ദേഷ്യം ഒന്നുകൂടെ ഇരട്ടിക്കുവാണ്. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ അപമാനിക്കാതെ ഒന്ന് കടന്ന് പോടി എൻ്റെ മുന്നിൽ നിന്ന് എന്ന് പ്രതാപൻ വീണ്ടും ദേഷിക്കുവാണ് ഋതികയോട്. ഇതുവരെയും വർമ്മ സാർ ഇങ്ങനെ ദേഷിക്കുന്നത് രാജു കണ്ടിട്ടില്ല. എന്തു പറ്റി ഈ വർമ്മ സാറിന്? വർമ്മ സാറേ എന്നിങ്ങനെ രാജു സങ്കടത്തോടെ വിളിക്കുന്നുണ്ട്. പക്ഷേ പ്രതാപൻ അതൊന്നും കേൾക്കുന്നില്ല. ചെറിയമ്മ കേട്ടില്ലേ, ഞാൻ അച്ഛൻ്റെ മകളല്ലെന്ന്? യാമിനിയും ശേഖരനും സഹിക്കാൻ പറ്റുന്നില്ല. അവരിങ്ങനെ ചങ്ക് പൊട്ടി നോക്കി നിൽക്കുവാണ് ഋതികയുടെ മുഖത്തോട്ട്. രാജുവാണെങ്കിൽ പറയാനേ വയ്യ. അവൻ്റെ ഋതിക മേടം സങ്കടപ്പെട്ടാൽ അവന് താങ്ങുമോ? അവന് സഹിക്കാൻ പറ്റുമോ? ഋതിക സങ്കടത്തോടെ പറയുക, ഞാനിനി മിനിസ്റ്റർ പ്രതാപ് വർമ്മയുടെ മകളല്ലാത്ത ഞാൻ ഇനി മിനിസ്റ്ററിനെ അച്ഛാന്ന് വിളിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഇനി രാജു വിളിക്കുന്ന പോലെ വർമ്മ സാറേന്ന് വിളിക്കും. മേഡം എന്താ ഇത്? ശേഖരൻ ചോദിക്കുന്നു. മോളെ, എന്തുവാ മോള് പറയുന്നത്? ഇനി മുതൽ ഞാൻ വർമ്മ സാറിനെ വിളിക്കൂ. എന്നോട് പറഞ്ഞ ഈ വാക്ക് മാറ്റി പറയാതെ ഇനി ഞാൻ ഒരിക്കലും അച്ഛാന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഋതിക അങ്ങ് ഓടുവാണ് അവളുടെ മുറിയിലോട്ട്. അംബികയും മകനും വിജയിച്ച ഭാവത്തിൽ അങ്ങ് നിൽക്കുവാണ്. രാജു കണ്ണു തുറപ്പിച്ച് അംബികയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശേഖറും യാമിനിയും. ഈ ദുഷ്ടകാരണമാണല്ലോ ഇത്രയും സംഭവം ഇവിടെ ഉണ്ടായതെന്ന്. എന്ത് ചെയ്യാനാ? പ്രതാപൻ മന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കഴമ്പുമില്ല. ഒരു മന്ത്രിക്ക് വീട്ടിൽ നടക്കുന്നത് എന്താണെന്നോ, സത്യം എന്താണെന്നോ, അന്യായം എന്താണെന്നോ, ന്യായം എന്താണെന്നോ ഒന്നും അറിയാത്ത ഒരു മന്ത്രിയാണ് നമ്മുടെ പ്രതാപൻ. പ്രതാപൻ്റെ ലോകവേ അവൻ്റെ ചേച്ചിയാണ്. ചേച്ചി പെരുങ്കള്ളിയാണെന്ന് എന്നാണോ ഈ പ്രതാപൻ തിരിച്ചറിയുന്നത്? പ്രതാപൻ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുവാണ്. പറഞ്ഞതും പ്രവർത്തിച്ചതും തെറ്റായിപ്പോയെന്നാണോ പ്രതാപൻ ചിന്തിക്കുന്നതെന്നും അറിയില്ല. ഋതിക അവളുടെ മുറിയിൽ വന്നിരുന്നങ്ങ് കരയുവാണ്. പ്രതാപനാണെങ്കിൽ സോഫയിൽ പോയിരുന്നോണ്ട് ചിന്തിച്ചുകൊണ്ട് പറയാം, ധിക്കാരി. യാമിനിയും ശേഖറും രാജുവും ഋതികയുടെ റൂമിലോട്ട് ചെല്ലുവാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഋതികയെ യാമിനി സമാധാനിപ്പിക്കാൻ നോക്കുന്നു. മോളെ എന്ന് വിളിക്കുമ്പോൾ യാമിനിയോട് പറയുവാണ് ഋതിക, ഇല്ല മോളല്ല, ഓർഫൻ, ഞാനൊരു അനാഥയാണ്. മോള് സങ്കടപ്പെടുകയും ദേഷ്യപ്പെടുകയും ചെയ്യാതെ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചേട്ടൻ അങ്ങനെ പറഞ്ഞു പോയതല്ലയോ? രാജു പറയുക, മേഡം ഒന്ന് ക്ഷമിക്ക്. മേഡത്തിൻ്റെ അച്ഛനല്ലയോ പറഞ്ഞത്? അച്ഛനോ? എനിക്ക് അച്ഛനുമില്ല, അമ്മയുമില്ല, ആരുമില്ല. അതെ, വർമ്മ സാറാ. യാമിനി പറയുക, മോളെ, അച്ഛനും മക്കളും ഒക്കെ ആവുമ്പോൾ വഴക്കൊക്കെ ഉണ്ടാകും, അത് സാധാരണയാണ്. അതൊന്നും മോള് കാര്യമാക്കണ്ട. ചെറിയമ്മേ, അത് അച്ഛനും മക്കളും അല്ലയോ? ഞാൻ അനാഥയല്ലേ? എൻ്റെ അച്ഛനെ പറ്റി ചീത്ത പറഞ്ഞപ്പോഴാ എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ അവരുടെ മേൽ കൈപൊക്കിയത്. അവസാനം അച്ഛനും അവരും ഒന്നായി. അവസാനം ഞാൻ ആരുമല്ലാത്തവളുമായി. ശേഖരൻ പറയുക, ചേച്ചിയും ആ തലതെറിച്ച മകനും കൂടിയാ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. എന്ത് ചെയ്യാനാ? ചേട്ടൻ അതൊട്ട് മനസ്സിലാക്കത്തതുമില്ല. അത്രയ്ക്കും മേൽ സ്നേഹമാണ് അവരോട്. രാജുവിനെ കൊടുക്കാൻ ആ 10 ലക്ഷം രൂപ മോഷ്ടിച്ചത് അവരാണെന്ന് ഞാൻ കേട്ടതാ. ആ കാര്യം പറഞ്ഞാൽ ഞാനും അമ്മായും തമ്മിൽ വഴക്കായത്. അതിപ്പം കഴിഞ്ഞു മേഡം. ഞാൻ നിരപരാധിയാണെന്ന് വർമ്മ സാറിന് ബോധ്യമാവുകയും ചെയ്തു. പക്ഷെ മേഡമാണ് വർമ്മ സാറിനോട് പിണങ്ങി ഇറങ്ങിയത്. ഞാൻ വർമ്മ സാറിനോട് പിണങ്ങിയത് മറ്റൊരു കാര്യത്തിനാ രാജു. ആ കാര്യം എന്താണെന്ന് ഞാനും കേട്ടതല്ലയോ മേഡം? ഞാനും അവിടെ ഉണ്ടായിരുന്നല്ലോ. മേഡം അതങ്ങ് മറന്നേരെ, അതങ്ങ് പോട്ടെ. എൻ്റെ ഫീലിങ്സേ രാജുവിന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഒരമ്മയുടെ സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടില്ല. അച്ഛൻ എൻ്റെ മുഖത്ത് തന്നെ നോക്കുന്നത് ഈ അടുത്ത സമയത്താണ്. പിന്നെ എന്നെ സ്നേഹിച്ചിരുന്നത് ഈ ചെറിയമ്മയെ. അതിന് പലപ്പോഴും അമ്മായിയുടെ കയ്യിൽ നിന്ന് വിലക്കും ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ എന്തിനാ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെ അച്ഛൻ എന്നോട് അടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ അമ്മായിയുടെ ഇടപെടലും ഉണ്ടായിരിക്കും. ഇവിടുന്ന് സ്നേഹം കിട്ടാതെ വന്നപ്പോഴാണ് ഞാൻ അറിയാതെ രാജുവിനോട് അടുത്തത്. രാജു എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അതൊക്കെ പോട്ടെ, എല്ലാം എൻ്റെ വിധി. എനിക്ക് ആരോടും ദേഷ്യമില്ല. ഞാൻ ഇവിടെ ഒന്ന് സമാധാനത്തോടെ ഇരുന്നോട്ടെ. മോളെ, ചെറിയമ്മയല്ലേ വിളിക്കുന്നത്? മോള് വാ. ഞാൻ വരില്ല. ആരും എന്നെ ആശ്വസിപ്പിക്കാനും വരണ്ട. എല്ലാവരും പോ, എനിക്ക് ആരെയും കാണണ്ട എന്നും പറഞ്ഞൊരു ഭ്രാന്തിയുടെ ലക്ഷണത്തിലായി നമ്മുടെ ഋതിക. പാവം. അങ്ങനെ അവരെല്ലാവരും ഋതികയുടെ റൂമിൽ നിന്നങ്ങ് പോവുകയാണ്. ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പ്രതാപൻ്റെ അടുത്തോട്ട് ആ മൂസേട്ട അംബിക വീണ്ടും ചെല്ലുന്നുണ്ട്, എന്തൊക്കെയോ വിഷം കുത്തി നിറയ്ക്കാനായിട്ട്.
ഇവൻ്റെ മനസ്സ് കലങ്ങി ഉരുകുക. ഇത് കാണാനാ ഈ അംബികയ്ക്കിഷ്ടം. അച്ഛനെയും മകളെയും കീരിയും പാമ്പും പോലെ ആക്കാനല്ലേ ഞാൻ ഈ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞത്. എന്നാലും അത് ഏറ്റ് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടിയാൽ അടി വീഴുമെന്നുള്ളതിനകത്ത് ഉറപ്പായി. അവൾ കുറച്ച് കള്ളക്കണ്ണുനീരുമൊക്കെ വരുത്തിക്കൊണ്ട് പ്രതാപൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കുന്നു, പ്രതാപ, നീ വിഷമിക്കുവാണോ? മനസ്സിനെ ഇങ്ങോട്ട് ഉരുക്കല്ലേ പ്രതാപ, നിനക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ? വിഷമിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ചേച്ചി. പറഞ്ഞതെല്ലാം ചേച്ചി കേട്ടില്ലേ? ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. എത്ര കാലമായി ഞാൻ ഇതൊക്കെ ഇങ്ങനെ അനുഭവിക്കുന്നു. ഓട്ടെ പ്രതാപ, നീ ക്ഷമിക്ക്. നീ ഒത്തിരി സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതല്ലയോ? ഇനി എന്നെ കൊണ്ട് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല ചേച്ചി. സത്യം പറഞ്ഞാൽ ഞാൻ പൊതുജനങ്ങളുടെ മുന്നിൽ ഒരൊന്നാന്തരം ആക്ടറാണ്. ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലെന്നുള്ള മട്ടിൽ എല്ലാവരോടും ചിരിച്ചും കളിച്ച് ഞാൻ അവരോടൊക്കെ ഇടപെടുന്നു. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കടലെരമ്പുവാണെന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ? നിന്റെ മനസ്സ് ഈ ചേച്ചിക്ക് മനസ്സിലാവും, ലോകത്ത് മറ്റാർക്കും അത് മനസ്സിലാകത്തില്ല. മകളോടുള്ള വാത്സല്യവും സ്നേഹവും ആ ചാപ്റ്റർ ഞാനങ്ങ് ക്ലോസ് ചെയ്തു. സ്നേഹം കാണിച്ചതൊക്കെ എനിക്ക് പറ്റിയ തെറ്റാ. അംബിക മനസ്സിൽ പറയുക, അവളെ ഒരു പേപ്പട്ടിയെപ്പോലെ നീ വെറുക്കണം, അതാണടാ എൻ്റെ ആഗ്രഹം. ഒടുവിൽ അവൾ എൻ്റെ മകൻ്റെ അടിമയായിട്ട് ജീവിക്കണം. അത് കണ്ടിട്ട് ഈ അംബികയുടെ ജന്മം തീരൂ. പ്രതാപൻ പറയുക, അവളിന്ന് ചേച്ചിയുടെ നേരെ കൈപൊക്കിയെങ്കിൽ നാളെ എൻ്റെ നേരെയും കൈപൊക്കും. എൻ്റെ നേരെ എന്തെങ്കിലും കാണിച്ചാൽ ഞാൻ അതങ്ങ് ക്ഷമിക്കും. പക്ഷേ ചേച്ചിയുടെ നേരെ എന്തെങ്കിലും ധിക്കാരം കാണിച്ചാൽ അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. പ്രതാപ മോനെ, നീ ഒരു സെക്കൻഡ് താമസിച്ചിരുന്നെങ്കിൽ അവളുടെ കൈ എൻ്റെ കരണത്ത് പതിക്കുമായിരുന്നു. എനിക്കവളെ തിരിച്ചു തല്ലാൻ പറ്റുമോ? അവളെൻ്റെ ആങ്ങളയുടെ മോളല്ലേ, അവൾ എൻ്റെയും മകളല്ലേ പ്രതാപ. എന്തു പറഞ്ഞാലും അവൾ ചേച്ചിയോട് മാപ്പ് ചോദിച്ചല്ലോ. ചേച്ചി അതങ്ങ് ക്ഷമിച്ചേരെ. ഇനി അവൾക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ മാപ്പ് ചോദിക്കാൻ ചേച്ചിയോട്. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അംബിക പറയുക, എന്താ പ്രതാപ ഇത്? നീ എൻ്റെ പൊന്നു കൂടപ്പറപ്പല്ലയോ? ഞാൻ ഈ ലോകത്ത് ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നിന്നെയാണെന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതെനിക്കറിയാം ചേച്ചി. എന്തായാലും ഹൃദയക്ക് ഇനി ഞാൻ യാതൊരു ഫ്രീഡവും നൽകില്ല. അവൾക്ക് ഫ്രീഡം കൊടുക്കുന്ന ആപത്താണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. സൂര്യമംഗലം തറവാടിൻ്റെ നന്ദിയും സ്നേഹവും കൊണ്ടാണ് ഞാൻ ഇന്ന് വരെ അവളെ തല്ലാത്തത്. ആ കടപ്പാടിൻ്റെ പേരിലാ പ്രതാപ നീ നിന്റെ ജീവിതം തൊലച്ചത്. അതൊന്നും നീ മറക്കരുത്. എല്ലാം നിന്റെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. ഇടയ്ക്ക് അതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. അങ്ങനെ എരിതീയിലോട്ട് കുറച്ച് എണ്ണയൊക്കെ അങ്ങോട്ട് കോരി ഒഴിച്ചിട്ട് അംബിക അങ്ങ് പോവുകയാണ്. ശേഖരൻ യാമിനിയോട് പറയുന്നു, ഇതിനൊക്കെ കാരണക്കാരി ചേച്ചി ഒരുത്തിയാ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശേഖരേട്ടാ? അവർ ഋതുമോളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയാണോ? ചേട്ടൻ അംബിക ചേച്ചി പറയുന്നതെല്ലാം കേൾക്കൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാജു പറയുന്ന ഋതിക മേഡം കുറച്ചു നേരം തനിച്ചിരിക്കുമ്പോൾ ആ ദേഷ്യമൊക്കെ അങ്ങ് മാറും. വർമ്മസാറും വലിയ ദേഷ്യത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. രാത്രി അത്താഴം കഴിക്കാൻ ഋതിക മേഡത്തെ വിളിക്കാതിരിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ രാജു യാമിനിയോട് പറയുവാണ്. രാജു ടെൻഷനൊന്നും ആകണ്ട, ഇതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. സമയം ഒരുപാടായില്ലേ, ഇനി രാജു പോയിട്ട് വാ. രാജുവിൻ്റെ വീട്ടിൽ കൊച്ചമ്മണിക്ക് വിശപ്പ് തുടങ്ങി. ചേടാ സമയം ഒരുപാടായല്ലോ, ആരും ഒന്നും പറയുന്നതുമില്ലല്ലോ. അപ്പോഴാണ് പ്രിയ വന്നിട്ട് പറയുന്നത്, അമ്മേ കഴിക്കാൻ വാ. യോ എൻ്റെ മോളെ, ഞാനങ്ങോട്ട് ചോദിക്കാനിരിക്കുമായിരുന്നു. കൃത്യം 7:30 എനിക്ക് ഫുഡ് കഴിക്കണം. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയ ശീലമല്ല, പണ്ട് മുതലേ ഉള്ളതാ. അതിനിപ്പോൾ ആപ്പിളോ പേരയ്ക്കായോ എന്തായാലും വിരോധമില്ല. പ്രിയ മനസ്സിൽ പറയുക, ഈശ്വരാ, ഈ സാധനം ഇവിടെ മുടിപ്പിക്കാനായിട്ട് വന്നതാണോ? അങ്ങനെ കൊച്ചമ്മണി ഫുഡ് കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിലോട്ട് വരുമ്പോൾ നമ്മുടെ വേണുവേട്ടൻ പറയുന്നു, ജയൻ്റെ അമ്മ ഇരിക്കേ. എൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ ഇത്ര കൃത്യമായിട്ട് ആര് പറഞ്ഞു തന്നു? ചിട്ടവട്ടങ്ങളോ? അതെന്തോന്ന്? അതെ, ഞാൻ കൃത്യമായിട്ട് 7:30 മണിക്ക് ആഹാരം കഴിക്കുമെന്ന് രാധമ്മ പറയുക. ഞങ്ങളുടെ കറികളൊക്കെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ എന്നറിയില്ല, അതാ എനിക്കൊരു പേടി. ജയൻ പറയുക, അമ്മയ്ക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല, അമ്മ എന്ത് കൊടുത്താലും കഴിച്ചോളൂ. പഴങ്കഞ്ഞി ഉണക്കമീനുമാ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം. അയ്യയ്യേ, ഇതെന്തോന്നാ വിളമ്പി വെച്ചിരിക്കുന്നത്? പച്ചക്കറിയോ? ഞാനിങ്ങനെ അത്താഴത്തിന് പച്ചക്കറി ഒന്നും കഴിക്കത്തില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ? എനിക്ക് മീനും ഇറച്ചിയില്ലാതെ ഒരു ഭക്ഷണവും ഇറങ്ങത്തില്ല. എല്ലാവർക്കും തള്ളെ വാരി അലക്കണമെന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ചിരിക്കുകയും ദേഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അയ്യോ അമ്മേ, ഇന്നിവിടെ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാ. ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും കഴിക്കാൻ ഞാനെന്താ പോറ്റിയുടെ മോളാണോ? നമ്മുടെ വേണുവേട്ടൻ പറയുക, ഇന്നിങ്ങനെ അങ്ങ് പോകട്ടെ ജയൻ്റെ അമ്മേ, നാളെ നമുക്ക് നാൽക്കാലികളെ കറി വെക്കാം. എടാ ജയ, നീ ഒരു കാര്യം ചെയ്യ്, അമ്മയ്ക്ക് നാളെ കോഴിയിറച്ചിയോ നെയ്മീനോ കാളയിറച്ചിയോ പോത്തിറച്ചിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ട് വാ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുവാണ്. ജയൻ അവിടെ കഴിക്കുന്നതേ ഓസിലാണ്. ആ ജയനാണോ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നത്? എൻ്റെ പൊന്നു മോനെ, എനിക്ക് ഇറച്ചിയും മീനും ഒന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റത്തില്ല. എൻ്റെ അമ്മേ, ഈ സമയത്ത് ഇവിടെങ്ങും മീനും ഇറച്ചിയൊന്നും കിട്ടത്തില്ല. അതൊക്കെ കിട്ടുവടാ.
പ്രിയ പറയുക, അല്ല ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നാലേ ആര് കറി വെക്കും? നീ കറി വെക്കും. നിനക്കെന്താ കറി വെച്ചാലാ? നീ എന്താ നെയ് സേവിച്ചോണ്ടിരിക്കുവാണോ? വല്ലതുമൊക്കെ മേലനങ്ങി പണിയെടുക്കണോടി പെണ്ണെ, അല്ലെങ്കിൽ ഇങ്ങനെ വണ്ണം വെച്ച് നീ ആട്ടുകല്ല് പോലെ ആയിപ്പോവും. എടാ ജയ, പോയി വാങ്ങിച്ചോണ്ട് വാടാ. അമ്മേ, എൻ്റെ കയ്യിലൊന്നും കാശൊന്നുമില്ല ഇതൊന്നും മേടിക്കാൻ. എൻ്റെ കട കത്തിപ്പോയെൻ്റെ കടം ഒരു വിധത്തിൽ തീർത്ത് വരുന്നതേ ഉള്ളൂ. എൻ്റെ കഷ്ടകാലം നോക്കിക്കേ. ആ ചിന്നപ്പ കൗണ്ടർ എൻ്റെ കാല് പിടിച്ച് പറഞ്ഞതാ, പോവല്ലേ മേഡം, പോകല്ലേ മേഡം എന്ന്. ഈ ചിന്നപ്പത്തേവരാരാ? മാടക്കടക്കാരനായിരുന്നോ എന്നിങ്ങനെ വേണുവേട്ടൻ ചോദിക്കുന്നുണ്ട്. അയ്യോ, അതെൻ്റെ ഒടുവിലത്തെ മുതലാളിയാ. ഞാൻ എൻ്റെ മകനെയും അവൻ്റെ ഭാര്യയും അവൻ്റെ ബന്ധുക്കളെയൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ട് ഓടിപ്പിടിച്ച് വന്നത്. വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവിടെ കാണാൻ നിന്നാ പോരായിരുന്നോ എന്ന് വേണുവേട്ടൻ ചോദിക്കുവാണ്. എനിക്ക് ഇറച്ചിയും മീനും ഇല്ലാത്ത ആഹാരം ഇവിടെ വേണ്ട. രാജു വന്ന് കണ്ടിട്ട് രാജുവിന് ചിരിക്കണോ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നോക്കുവാണ് ജയനെ. ആ സമയത്ത് താണ്ട രമ്യ 2 പാത്രത്തിൽ എന്തൊക്കെയോ കൊണ്ട് വരുന്നുണ്ട്. രാജുവിന് കപ്പയും മീൻകറിയും വലിയ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഞാൻ അതും കൊണ്ട് വന്നതാ. കൊച്ചമ്മണിയാ കപ്പയും മീൻകറിയെ നോക്കുവാണ്. കപ്പയും മീൻകറിയാണോ? അപ്പോൾ രമ്യ കുറച്ചങ്ങോട്ട് തട്ടി വിടുവാണ്. ഞങ്ങൾക്ക് കുറേ ഏക്കർ വസ്തു ഉണ്ടായിരുന്നു, അത് ഒരുത്തർക്ക് പാട്ടത്തിന് കൊടുത്തു. അവർ കുറച്ച് കപ്പ ഇട്ടതാ, അപ്പം ഞങ്ങൾക്ക് കുറേ തന്നതാ എന്നൊക്കെ ഇങ്ങനെ കൊച്ചമ്മണി കേൾക്കാൻ വേണ്ടി രമ്യ തട്ടി വിടുവാണ്. രാജു വാ, രാജു വന്നിരുന്ന് കഴിക്ക്. എനിക്കിപ്പോൾ വേണ്ട. അതെന്താ രാജു? ഞാൻ രാജുവിന് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്നതല്ലയോ? രമ്യ ഒരു കാര്യം ചെയ്യ്, അത് അളിയൻ്റെ അമ്മയ്ക്ക് അങ്ങോട്ട് കൊടുക്ക്. കൊച്ചമ്മണി അത് കേൾക്കാത്ത താമസം. കപ്പയെങ്കിൽ കപ്പ ഇങ്ങോട്ടിതാ എന്നും പറഞ്ഞ് കൊച്ചമ്മണി അതങ്ങോട്ട് വാങ്ങിച്ച് വാരി വലിച്ചങ്ങ് കഴിക്കുവാണ്. കൊച്ചമ്മണിയുടെ ആർത്തിമുഖത്തുള്ള ആ തീറ്റ കണ്ടിട്ട് അവർക്കാർക്ക് ചിരി അടക്കാൻ കഴിയുന്നില്ല. ജയനാണെങ്കിൽ ഇന്നങ്ങ് നാണിച്ചു പോവുകയാണ്. എന്ത് ചെയ്യാനാ? രമ്യ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. രമ്യ എന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്ത് പ്രിയ ഇരുന്നുകൊണ്ട് വിഷമിക്കുവാണ്. ആരൊക്കെ വിഷമിച്ചാലും ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും എനിക്കൊരു കുന്തവും ഇല്ല എന്നും പറഞ്ഞ് നമ്മുടെ കൊച്ചമ്മണി ഇങ്ങനെ വാരി വാരി വെട്ടി അങ്ങോട്ട് വിഴുങ്ങുവാണ്. കൊച്ചമ്മണി വായിൽ കപ്പ നിറച്ച് വെച്ചോണ്ട് പറയുന്നത്, കുഞ്ഞിവിടെ ഇല്ലാത്തതിൻ്റെ ഒരു കുറവിവിടെ കാണുന്നുണ്ട്. നാളെ തന്നെ നിങ്ങൾ പോയി ഓസ്ട്രേലിയയിൽ പോയി കൊച്ചിനെ വിളിച്ചോണ്ട് വരണം. അയ്യോ, ഓസ്ട്രേലിയയിലല്ല, അത് ഹോസ്റ്റലിലാണ്. എനിക്ക് ഇപ്പോൾ കൊച്ചിനെ പോയി വിളിച്ചോണ്ട് വരാൻ പറ്റില്ല എന്ന് പ്രിയ പറയുമ്പോൾ, ആഹാ, അത് നീയാണോടി തീരുമാനിക്കുന്നത്? നിന്റെ അഹങ്കാരം ഒരു ദിവസം ഞാൻ അവസാനിപ്പിക്കുവടി. അതിന് തന്നെയാടി ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ രമ്യ കൊണ്ടുവന്നതെല്ലാം നമ്മുടെ കൊച്ചമ്മണി കഴിച്ച്. രമ്യക്കാണെങ്കിൽ ഇതിൽ പരം ഒരു സങ്കടവുമില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ കൊച്ചമ്മണി ജയനോട് പറയുന്നു, എടാ എനിക്ക് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ കിടക്കണം. ഞാൻ എവിടെയാ കിടക്കുന്നത്? അമ്മേ, ഇവിടെ മുറിയൊന്നുമില്ല. അമ്മ വേണമെങ്കിൽ അടുക്കളയിൽ പോയി കിടക്ക്, വേണമെങ്കിൽ ഒരു പാ തരാം. അല്ല, ഈ മുറി ആരുടേതാ? അമ്മേ, അത് ഞങ്ങളുടേതാ. എന്നാലേ ഈ മുറിയിൽ ഞാൻ കിടക്കാം, നീയും അവളും കൂടെ പോയി അടുക്കളയിൽ പോയി കിടന്നു. അപ്പോൾ ഫ്രണ്ട്സ്, കൊച്ചമ്മണി ഇവർക്കൊരു തലവേദനയായിട്ട് മാറും. ജയൻ തന്നെ കൊച്ചമ്മണിയെ അവിടെ നിന്ന് അടിച്ചോടിക്കുക എന്നുള്ളതൊക്കെ നമുക്കറിയില്ല. നമ്മുടെ ഋതിക ഇനി എങ്ങനെയാണോ മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, പ്രതാപനെ അച്ചാന്ന് വിളിക്കുവോ അതോ വർമ്മ സാറെന്ന് തന്നെ വിളിക്കുവോ എന്നുള്ളതിൻ്റെയൊക്കെ റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.